ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കറിയാം, ശുഭാംശു ശുക്ലയുടെയും കൂട്ടരുടെയും ബഹിരാകാശ യാത്ര ശാസ്ത്രലോകം ഏറ്റവും അധികമായി ആഘോഷിച്ചതും ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. തുടർന്ന് വരുന്ന എല്ലാ PSC പരീക്ഷകളിലും ഇതിൽ നിന്ന് ചോദ്യവും നാം പ്രതീക്ഷിക്കേണ്ടതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശുഭാംശു ശുക്ല, പെഗ്ഗി വിറ്റ്സൺ, സ്ലാവോസ് ഉസ്നൻസ്കി വിസ്നിസ്കി, ടിബൂർ കാബു എന്നിവർ ചേർന്ന് നടത്തിയ ആക്സിയം 4 ദൗത്യത്തെക്കുറിച്ചാണ്. ആക്സിയം 4 എന്താ ആക്സിയം 4? നാസ, ISRO, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ഹംഗേറിയൻ സ്പേസ് ഏജൻസി, ഈ 4 രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ 4 ബഹിരാകാശ സംഘടനകളുടെ സംയുക്ത ദൗത്യമാണ് ആക്സിയം 4. ആക്സിയം 4 വിക്ഷേപണം എന്ന 2025 ജൂൺ 25 ജൂൺ 25 ആക്സിയം 4ന്റെ വിക്ഷേപണം നടന്നത്. ഈ ആക്സിയം 4 എന്ന ദൗത്യത്തിന് നേതൃത്വം നൽകിയത് ഹൂസ്റ്റണിലെ ആക്സിയം സ്പേസ് ആണ്. ഹൂസ്റ്റണിലെ ആക്സിയം സ്പേസ് ആണ്. ഇത് അമേരിക്കയിലെ ഒരു സ്വകാര്യ സ്പേസ് ഏജൻസിയാണ് ആക്സിയം സ്പേസ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യത്തിന് ആക്സിയം എന്ന പേര് വരുന്നത്. 4 രാജ്യങ്ങളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ 4 ബഹിരാകാശ സംഘടനകളുടെ പങ്കാളിത്തം ഉള്ളതിനാൽ ആക്സിയം 4 എന്ന പേരാകുന്നു. 2025 ജൂൺ 25 ഹൂസ്റ്റണിലെ ആക്സിയം സ്പേസിൽ നിന്നാണ് ആക്സിയം സ്പേസ് ആണ് ഈ ആക്സിയം 4ന് നേതൃത്വം നൽകുന്നത്. ഇത് US തന്നെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം. അപ്പോൾ ആരാ നേതൃത്വം നൽകിയത്? സ്പേസ് എക്സ് ആണ്. ആക്സിയം സ്പേസ് ആണ്. ഹൂസ്റ്റണിലെ ആക്സിയം സ്പേസ് ആണ് നേതൃത്വം നൽകുന്നത്. ഏതാ വിക്ഷേപണ തീയതി എന്നാ? 2025 ജൂൺ 25 ആണ്. ഓക്കെ, ഈ പേടകത്തെ അല്ലെങ്കിൽ ഈ ദൗത്യത്തെ ബഹിരാകാശത്ത് എത്തിച്ച റോക്കറ്റ് ചോദിച്ചാൽ സ്പേസ് എക്സ് ഫാൽക്കൺ 9 ആണ്. റോക്കറ്റ് ചോദിച്ചാൽ സ്പേസ് എക്സ് ഫാൽക്കൺ 9. ഈ യാത്രക്കാരെ കൊണ്ടുപോയ പേടകം ഏത് എന്ന് ചോദിച്ചാൽ ക്രൂ ഡ്രാഗൺ ഗ്രേസ് ആണ്. മറ്റൊരു പേര് പറയാം, ഡ്രാഗൺ C213 ആണ്. ഡ്രാഗൺ C213 ആണ് മറ്റൊരു പേര്. അപ്പൊ എന്താ, റോക്കറ്റ് ഏതാ? ഫാൽക്കൺ 9 ആണ്. സ്പേസ് എക്സ് ഫാൽക്കൺ 9 ആണ്. പേടകം, യാത്രക്കാരെ എത്തിച്ച പേടകം ചോദിച്ചാൽ ക്രൂ ഡ്രാഗൺ ഗ്രേസ് അഥവാ ഡ്രാഗൺ C213 ആണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയുന്നു, ആക്സിയം 4 ഓൾമോസ്റ്റ് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെ ആയിരിക്കണം. എന്താ ആക്സിയം 4 അഥവാ ആർക്കെങ്കിലും സെറ്റ് അല്ലെങ്കിൽ ഈ ക്ലാസ്സിനിടെ തന്നെ അങ്ങ് സെറ്റ് ആക്കിക്കൊള്ളുക. ഉറപ്പായിട്ട് നമുക്ക് അടുത്ത് വരുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ആക്സിയം 4. എന്താ ആക്സിയം 4? അതിന് നേതൃത്വം നൽകിയത് ഹൂസ്റ്റണിലെ സ്വകാര്യ സ്പേസ് ഏജൻസി ആക്സിയം 4 ആണ്. വിക്ഷേപണം 2025 ജൂൺ 25 നാസ, ISRO, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ഹംഗേറിയൻ സ്പേസ് ഏജൻസി എന്നിവയുടെ സംയുക്ത ദൗത്യമായിരുന്നു. അതിനകത്ത് ഇന്ത്യക്കാരനുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താ, കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം. റോക്കറ്റ് ചോദിച്ചാൽ സ്പേസ് എക്സ് ഫാൽക്കൺ 9 ആണ്. ഇതിന്റെ പേടകം, യാത്രക്കാരെ എത്തിച്ച പേടകം ക്രൂ ഡ്രാഗൺ ഗ്രേസ് അഥവാ ഡ്രാഗൺ C213 ആണ്. ഇനി ഇതിൽ 4 രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്ത് 4 പേരുണ്ടായിരുന്നു അല്ലേ? നോക്കാം. നാസയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ ആരായിരുന്നു? പെഗ്ഗി വിറ്റ്സൺ ആണ്. അത്യാവശ്യം നമുക്ക് പരിചയമുള്ള ഒരാളാണ് പെഗ്ഗി വിറ്റ്സൺ എന്ന് പറയും. ഒരു സീനിയർ ആയിട്ടുള്ള ബഹിരാകാശ സഞ്ചാരിയാണ് പെഗ്ഗി വിറ്റ്സൺ. ഈ പെഗ്ഗി വിറ്റ്സന്റെ റെക്കോർഡാണ് സുനിത വില്യംസ് ബീറ്റ് ചെയ്യുന്നത്. അല്ലെ, ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന പെഗ്ഗി വിറ്റ്സന്റെ റെക്കോർഡാണ് നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ ഇന്ത്യൻ വംശജയായ നാസയുടെ സഞ്ചാരിയായ സുനിത വില്യംസ് ആ റെക്കോർഡാണ് ബീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ദൗത്യത്തിൽ കമാൻഡറായി പ്രവർത്തിച്ചത് പെഗ്ഗി വിറ്റ്സൺ ആണ്. ഈ ദൗത്യത്തിന്റെ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ ആണ്. ഓക്കെ, പൈലറ്റ് ആയിരുന്നത് ശുഭാംശു ശുക്ലയാണ്. പൈലറ്റ് ആരാ? ശുഭാംശു ശുക്ല. ആക്സിയം 4 ഈ ദൗത്യത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ചോദിച്ചാൽ ശുഭാംശു ശുക്ലയാണ്. ISROയുടെ ശുഭാംശു ശുക്ലയാണ്. നാസയുടെ പെഗ്ഗി വിറ്റ്സൺ ആണ് കമാൻഡർ. അതുപോലെ തന്നെ ഇന്ത്യ അല്ലെങ്കിൽ ISROയുടെ ശുഭാംശു ശുക്ല ആയിരുന്നു പൈലറ്റ്. ഇനി മറ്റു 2 പേര് മിഷൻ സ്പെഷ്യലിസ്റ്റുകളായിരുന്നു. മറ്റു 2 ആൾക്കാർ മിഷൻ സ്പെഷ്യലിസ്റ്റുകളായിരുന്നു. നോക്കിയേ, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സ്ലാവോസ് ഉസ്നൻസ്കി വിസ്നിസ്കി
സ്ലാവോസ് ഉസ്നൻസ്കി വിസ്നിസ്കി. സ്ലാവോസ് ഉസ്നൻസ്കി വിസ്നിസ്കി നല്ല പേരാണ്, സൂപ്പർ പേരാണ്, പഠിക്കാൻ വളരെ എളുപ്പമാണ്, കൂട്ടത്തിൽ ഇച്ചിരി മുറ്റു പേരാന്നല്ലയോ. ഓക്കെ, ദെൻ സ്ലാവോസ് ഉസ്നൻസ്കി വിസ്നിസ്കി. യെസ്, ഇദ്ദേഹം പോളണ്ടുകാരാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂറോപ്പിൽ ഒത്തിരി രാജ്യങ്ങളുടെ അവരുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു സംഘടനയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഇദ്ദേഹം പോളണ്ടുകാരനാണ്. മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്. മാത്രമല്ല ഹംഗറിയുടെ ടിബൂർക്കാബുവും മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ഹംഗറിയുടെ ടിബൂർക്കാബുവും ഹംഗറിയുടെ ടിബൂർക്കാബുവും അതായത് മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ഹംഗറിയുടെ ടിബൂർക്കാബുവാണ്. അപ്പം 4 രാജ്യങ്ങൾ, 4 സ്പേസ് ഏജൻസികൾ, 4 വ്യക്തികൾ. അമേരിക്കയുടെ അല്ലെങ്കിൽ നാസയുടെ പെഗ്ഗി വിറ്റ്സൺ കമാൻഡറാണ്. ഈ ദൗത്യത്തിന്റെ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ ആണ്. ശുഭാംശു ശുക്ല ആയിരുന്നു പൈലറ്റ്. സ്ലാവോസ് ഉസ്നൻസ്കി വിസ്നിസ്കി പോളണ്ടുകാരൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയെ പ്രതിദാനം ചെയ്യുന്നു. ടിബൂർക്കാബു ഹംഗേറിയൻ സ്പേസ് ഏജൻസി. ഈ 2 ആൾക്കാരും എന്താണ്, മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇനി ഇത് കണക്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയ ഒരു കോഡ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പെട്ടെന്ന് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കോഡ് ഇതാണ്. നമ്മൾ ശുഭദിനങ്ങളിൽ, നല്ല ദിനങ്ങളിൽ, നോർമലി ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ശുഭദിനങ്ങളിൽ ടീയും കാപ്പിയോടൊപ്പം ഒരു പെഗ് വിസ്കി, അല്ലേ, ഒരു പെഗ് വിസ്കി. നോർമലി ഇപ്പം നമ്മൾ എല്ലാ ശുഭകാര്യങ്ങളായാലും അശുഭകാര്യങ്ങളായാലും നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണത്. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഓർക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഇട്ട കോഡാണ്. അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ പ്രയോജനപ്പെടട്ടെ. ശുഭദിനങ്ങളിൽ കാപ്പിയോടൊപ്പം ഒരു പെഗ് വിസ്കി. ശുഭദിനങ്ങൾ കാപ്പി, ഒരു പെഗ് വിസ്കി. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ ഈ 4 പേരെ ഒന്ന് നമുക്ക് കിട്ടും. ആരൊക്കെയുണ്ട്? പെഗ്ഗി വിറ്റ്സൺ, ശുഭാംശു ശുക്ല, സ്ലാവോസ് ഉസ്നൻസ്കി വിസ്നിസ്കി, യെസ് പോളണ്ടുകാരൻ ടിബൂർക്കാബുവാണ്. ഓക്കെ, ഒരു തവണ ഞാൻ ഒന്ന് പറയട്ടെ. ആക്സിയം 4, നാസ, ISRO, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ഹംഗേറിയൻ സ്പേസ് ഏജൻസി എന്നിവയുടെ സംയുക്ത ദൗത്യമാണ് ആക്സിയം 4 എന്ന് പറയുന്നത്. 2025 ജൂൺ 25, എളുപ്പമല്ലേ പഠിക്കാൻ, 2025 ജൂൺ 25 ആരാ ഇതിന് നേതൃത്വം നൽകുന്നത്? ആക്സിയം സ്പേസ് ആണ്. ഹൂസ്റ്റണിലെ സ്വകാര്യ ഏജൻസിയായ ആക്സിയം സ്പേസ് ആണ് നേതൃത്വം നൽകുന്നത്. കെന്നഡി സ്പേസ് സ്റ്റേഷൻ, ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സ്റ്റേഷനിൽ നിന്നാണ് ഇതിന്റെ വിക്ഷേപണം വരുന്നത്. സ്പേസ് എക്സ് ഫാൽക്കൺ 9 ആണ് റോക്കറ്റ് എങ്കിൽ യാത്രക്കാരെ എത്തിച്ച പേടകം ചോദിച്ചാൽ ക്രൂ ഡ്രാഗൺ ഗ്രേസ് അഥവാ ഡ്രാഗൺ C213 ആണ്. യെസ്, അപ്പോൾ പെഗ്ഗി വിറ്റ്സൺ, ശുഭാംശു ശുക്ല, സ്ലാവോസ് ഉസ്നൻസ്കി വിസ്നിസ്കി, അതുപോലെ തന്നെ ടിബൂർക്കാബു എന്നീ 4 ആളുകളാണ് ഈ ദൗത്യത്തിൽ ഉൾപ്പെട്ടിരുന്നത്. അതിൽ ISROയുടെ പ്രതിനിധാനം ചെയ്ത ശുഭാംശു ശുക്ല ഗഗൻയാൻ ദൗത്യത്തിൽ അംഗമായതല്ലേ. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിൽ അംഗമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ശുഭാംശു ശുക്ല. ഓക്കെ അല്ലേ? നമ്മൾ ഇത്രയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സെറ്റിലേക്ക് നമുക്ക് പോകാം. ഓക്കെ അല്ലേ? ISROയുടെ ശുഭാംശു ശുക്ല, ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുടെ സ്വദേശം എവിടെയാണ്? ലക്നൗ ആണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൗ. ലക്നൗ ഈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലക്നൗ സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദിയുടെ തീരത്ത്. ഇന്ത്യയുടെ ആദ്യത്തെ AI നഗരമാണ് ലക്നൗ, അല്ലേ? ഇന്ത്യയുടെ ആദ്യത്തെ AI നഗരമായ ഗോമതി തീരത്തുള്ള ലക്നൌവിൽ നിന്നാണ് ശുഭാംശു ശുക്ല. 634ാമത് ബഹിരാകാശ സഞ്ചാരിയാണ് ശുഭാംശു ശുക്ല. 634 നമ്പർ ഓർത്തിരിക്കണേ. 634ാമത് ബഹിരാകാശ സഞ്ചാരിയാണ് ശുഭാംശു ശുക്ല. എന്താ മക്കളെ ഈ ജോയ് എന്ന് പറയുന്ന ജോയ് ഭയങ്കര സന്തോഷമെന്നാണോ? അപ്പോൾ ഈ ബഹിരാകാശ യാത്രക്കിടെ ശുഭാംശു ശുക്ല കൊണ്ടുപോയ കളിപ്പാട്ടമാണ് ജോയ്. സന്തോഷത്തിന്റെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ എന്താണ് ശുഭാംശു ശുക്ല കൊണ്ടുപോയ കൂട്ടുകാരൻ 3 പേരും ഇല്ലേ, 3 പേരുമായിട്ട് കളിക്കാനായിട്ട് കൊണ്ടുപോയ ഒരു പാവക്കുട്ടി പോലുള്ള ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് ജോയ് കേട്ടോ. ജോയ് കൊണ്ടുപോയ കളിപ്പാട്ടമാണ് ജോയ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ശുഭാംശു ശുക്ല ലക്നൗ സ്വദേശിയാണ്. 634ാമത് ബഹിരാകാശ സഞ്ചാരി. 634ാമത് ബഹിരാകാശ സഞ്ചാരി. കളിപ്പാട്ടം ചോദിച്ചാൽ ജോയ്. ശുഭാംശു ശുക്ലയുടെ കളിപ്പാട്ടമാണ് ഏത്? ജോയ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് ബഹിരാകാശ യാത്ര നടത്തുന്ന 2ാമത്തെ വ്യക്തിയാണ് ശുഭാംശു ശുക്ല. ബഹിരാകാശ യാത്ര നടത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ആദ്യത്തെ യാത്രക്കാരൻ രാകേഷ് ശർമ്മയല്ലേ? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ 1984 അല്ലേ? 1984 ഏപ്രിൽ 3 ഏതായിരുന്നു പേടകം? സോയൂസ് T11
സോയൂസ് T11 രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തി. ശുഭാംശു ശുക്ല ഏത് ക്രൂ ഡ്രാഗൺ ഗ്രേസ് അഥവാ ഡ്രാഗൺ C213 ശുഭാംശു ശുക്ല യാത്ര ചെയ്തതെങ്കിൽ രാകേഷ് ശർമ്മ യാത്ര ചെയ്തത് സോയൂസ് T11 സോയൂസ് T11 1984 ഏപ്രിൽ 3. 1984 പ്രത്യേകതകൾ എന്താ? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം 1984. ഭോപ്പാൽ ട്രാജഡി നടന്നത് 1984. സൈലന്റ് വാലി നാഷണലൈസേഷൻ 1984. സാഫ് ഗെയിംസ് ആരംഭിക്കുന്നത്, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നത് ഒക്കെ 1984 പ്രത്യേകതകളാണ്. പിന്നെ ഉണ്ടല്ലോ കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് 1984. അതുപോലെ തന്നെ തകഴിക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1984. ചിന്നാർ, ചെന്തുരുണി, ചിമ്മിനി വന്യജീവി സങ്കേതങ്ങൾ നിലവിൽ വരുന്നത് 1984. ഒട്ടനവധി പ്രത്യേകതകളുള്ള 1984. ബജേന്ദ്രിപാൽ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയല്ലേ? ബജേന്ദ്രിപാൽ എവറസ്റ്റ് കീഴടക്കുന്നത് 1984. ഓക്സിജന്റെ സഹായമില്ലാതെ ഭൂദോർജി എവറസ്റ്റ് കീഴടക്കുന്നത് ചോദിച്ചാലും അത് 1984. 1984 ഏപ്രിൽ 3 രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ 138ാമത്തെ ബഹിരാകാശ സഞ്ചാരിയാണ്. 138ാമത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ. 634ാമത്തെ സഞ്ചാരിയാണ് ശുഭാംശു ശുക്ല. 138ാമത്തെ നമ്മളിപ്പോൾ പഠിക്കുന്നത് ശുഭാംശു ശുക്ലയും മാക്സിമം 4 ആണെങ്കിലും അനുബന്ധ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചൂടെ നമുക്ക്? ശുഭാംശു ശുക്ലയെ ഓർക്കുമ്പോൾ നമ്മൾ ആരെയും ഓർക്കണം? രാകേഷ് ശർമ്മയും ഓർക്കണം. രാകേഷ് ശർമ്മ പഞ്ചാബുകാരനാണ്. 5 നദികളുടെ നാടായ പഞ്ചാബുകാരനായ രാകേഷ് ശർമ്മ 138ാമത്തെ ബഹിരാകാശ സഞ്ചാരി. സോയൂസ് T11 1984 ഏപ്രിൽ 3 ആര് ബഹിരാകാശ യാത്ര നടത്തിയത്? രാകേഷ് ശർമ്മ. എന്നാൽ രണ്ടാമത്തെ ആൾ ആരാ? രണ്ടാമത്തെ ആൾ ചോദിച്ച ശുഭാംശു ശുക്ലയാണ്. പ്രത്യേകത നോക്കിയേ, ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ഇദ്ദേഹമാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയും ബഹിരാകാശ നിലയത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ, അതുപോലെ തന്നെ ബഹിരാകാശ നിലയത്തിൽ ചിലവഴിക്കൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച ഇന്ത്യക്കാരനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശുഭാംശു ശുക്ലയാണ്. 18 ദിവസമായി ഇദ്ദേഹം ബഹിരാകാശത്തിൽ ചിലവഴിച്ചത്. 18 ദിവസം അല്ലെ? 18 ദിവസമാണ് ശുഭാംശു ശുക്ലയും കൂട്ടുകാരും ബഹിരാകാശത്ത് ചിലവഴിച്ചത്. ഓക്കെ അല്ലേ? ഇദ്ദേഹം അവിടെ പോയതിനു ശേഷം ബഹിരാകാശത്ത് എത്തിയതിനു ശേഷം ISROക്ക് കൈമാറിയ സന്ദേശമാണ് നമ്മൾ ഒരുമിച്ചാണ് ബഹിരാകാശ യാത്ര പിന്നിട്ടത്. ഒരു വലിയൊരു സെന്റൻസ്, ഒരു പാരഗ്രാഫാണ് പറഞ്ഞത് കേട്ടോ. അതിന്റെ ഒരു രത്നച്ചുരുക്കമാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ് ബഹിരാകാശ യാത്ര പിന്നിട്ടത്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ്, ഇന്ത്യയുടെ അഭിമാന നിമിഷമാണ് എന്ന് വേണം പറയാൻ അല്ലേ? അപ്പോൾ ഞാൻ ഒരുമിച്ചല്ല, നമ്മൾ ഒരുമിച്ചാണ് ബഹിരാകാശ യാത്ര പിന്നിട്ടത് എന്നാണ് ശുഭാംശു ശുക്ല കൈമാറിയ സന്ദേശം. ഒരിക്കൽ കൂടെ പറയട്ടെ. ശുഭാംശു ശുക്ല, ലക്നൗ സ്വദേശിയായ ശുഭാംശു ശുക്ല 634ാമത്തെ ബഹിരാകാശ യാത്രക്കാരനാണ്. ഇദ്ദേഹം ബഹിരാകാശ യാത്രയ്ക്ക് കൊണ്ടുപോയ കളിപ്പടം കുഞ്ഞുനാൾ മുതൽ കളിച്ചുകൊണ്ടിരുന്നതായിരിക്കും. വിട്ടിട്ട് പോകാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടായിരിക്കും എന്തായാലും കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഒരു സന്ദേശമല്ലേ? ഓക്കെ. ദെൻ ജോയ് ആണ് കളിപ്പാട്ടം. ദെൻ ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ, ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ, ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ. ദെൻ 18 ദിവസം അദ്ദേഹം ചിലവഴിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്തുവാ? ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ് ബഹിരാകാശ യാത്ര പിന്നിട്ടതെന്ന് പറഞ്ഞു. ഇനി ഇദ്ദേഹം പോയപ്പോൾ കളിപ്പാട്ടം മാത്രമല്ല കൊണ്ട് ഒരു ചെറിയ പാക്കറ്റിൽ കുറച്ച് വിത്തിനങ്ങൾ കൂടെ കൊണ്ടുപോയി. അത് സ്പോൺസർ ചെയ്തത് നമ്മുടെ സ്വന്തം വെള്ളായണി കാർഷിക കോളേജാണ്. കേരളത്തിലെ വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും കുറച്ച് വിത്തിനങ്ങൾ കൂടെ കൊണ്ടുപോയി. എന്തായാലും 18 ദിവസത്തോട് വെറുതെ ഇരിക്കൂല, 4 പേര് എന്തേലും പണി വേണ്ട. അപ്പൊ ഇച്ചിരി കൃഷി ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? കുറച്ച് വിത്തിനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ആരുടെ കയ്യിൽ കൊടുത്തേച്ചു? ശുഭാംശു ശുക്ലയുടെ കയ്യിൽ കൊടുത്തേച്ചു. ഏതൊക്കെ വിത്തിനങ്ങളാണ് കൊടുത്തേച്ചതെന്ന് ചോദിച്ചാൽ നെല്ല് വിത്ത് കൊടുത്തേച്ചു, പയർ വിത്ത് കൊടുത്തേച്ചു, എള്ള്, വഴുതന, തക്കാളി എന്നീ വിത്തിനങ്ങളൊക്കെ ആരുടെ കയ്യിൽ കൊടുത്തേക്കുന്നുണ്ടടാ? ആരുടെ കയ്യിലാണ് കൊടുത്തേച്ചത്? നമ്മുടെ ശുഭാംശു ശുക്ലയുടെ കയ്യിൽ കൊടുത്തേച്ചു. ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയില്. അപ്പൊ പിന്നെ എളുപ്പമല്ലോ, അങ്ങ് പെഗി വിൽസന്റെ കയ്യിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക വരെ കൊണ്ടുപോകണ്ടേ ഇല്ലേ? അപ്പൊ സ്ലാവോ വിസ്നിസ്കിയുടെ കയ്യിൽ കൊടുക്കണമെങ്കിൽ പോളണ്ടിൽ കൊണ്ടുപോകണ്ടേ? ടിബൂർ കാബുവിന്റെ കയ്യിൽ കൊടുക്കണമെങ്കിൽ ഹംഗറിയിൽ കൊണ്ടുപോകണ്ടേ? അപ്പൊ ഇതാകുമ്പോൾ ഇച്ചിരി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. സോ ശുഭാംശു ശുക്ലയുടെ കയ്യിൽ കൊടുത്തേച്ചു. എവിടെന്താ കൊടുത്തേച്ചത്? നമുക്ക് അഭിമാനിക്കാം, വെള്ളായണി കാർഷിക കോളേജിൽ നിന്നാണ് കൊടുത്തേച്ചത് അല്ലെ? കേരളത്തിലെ തിരുവനന്തപുരംകാർക്ക് വീണ്ടും അഭിമാനിക്കാം, തിരുവനന്തപുരം ജില്ലയുടെ സ്വന്തം വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന്. ഓക്കെ, യെസ്. അപ്പൊ എന്താ, ഏതൊക്കെ വിത്തിനങ്ങൾ? നെല്ല്, ഉമ, ജ്യോതി എന്നീ നെൽവിത്തിനങ്ങൾ. ഉമ, ജ്യോതി നെൽവിത്തിനങ്ങൾ. കനകമണി, കുറ്റിപ്പയർ, കനകമണി. എള്ള്, തിലകധാര. ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ്. എന്തിന്റെ സങ്കരയിനമാ? തിലകധാര എന്ന് ചോദിച്ചിട്ടില്ലേ? എള്ളിന്റെ സങ്കരയിനമാണ്
തിലകധാര, എള്ളിന്റെ സങ്കരയിനമാണ് തിലകധാര. യെസ്, ഓക്കെ. വഴുതന വിത്ത്, സൂര്യ എന്ന സങ്കരയിനം വഴുതന വിത്ത്. വെള്ളായണി വിജയ് തക്കാളി. അപ്പൊ എന്താണ് വെള്ളായണി എന്ന് കൊടുത്തയച്ച വിത്തിനങ്ങൾ ഏതൊക്കെയാ? ഉമ, ജ്യോതി, നെൽവിത്തിനങ്ങൾ. ഇനി പരീക്ഷകളിൽ ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നല്ല. ഉമ എന്തിന്റെ സങ്കരയിനമാണ്, അല്ലെങ്കിൽ ജ്യോതി എന്തിന്റെ സങ്കരയിനമാണ് എന്നൊക്കെ ആയിരിക്കാം ചോദിക്കുക. ഉമ, ജ്യോതി, നെൽവിത്തിനങ്ങൾ. കനകമണി, കുറ്റിപ്പയർ ഏതാ? കനകമണിയാണ്. എള്ള്, തിലകധാര, എള്ള്. സൂര്യ, വഴുതന, സൂര്യ, വഴുതന. വെള്ളായണി, വിജയ്, തക്കാളി. ഇത്രയും വിത്തിനങ്ങളാണ് ആരുടെ കയ്യിൽ കൊടുത്തേക്കുന്നത്? ശുഭാംശു ശുക്ലയുടെ കയ്യിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ അല്ലെ? 5 ഇനം വിത്തുകളാണ്. 5 ഇനം വിത്തുകൾ. നെല്ല്, കുറ്റിപ്പയർ, എള്ള്, വഴുതന, തക്കാളി തുടങ്ങി 5 വിത്തിനങ്ങൾ കൊടുത്തേക്കുന്നു. ഇനി മാത്രമല്ല, ഈ ആക്സിയം 4ന്റെ ഒരു പരീക്ഷണം, ഒരു ഗവേഷണം കൂടെ നടത്തിയ ഒരു മേഖല ഉണ്ടായിരുന്നു. ആ ഗവേഷണം സ്യൂഡ്രൈഡ് എന്നറിയപ്പെട്ടു. സ്യൂഡ്രൈഡ് എന്താണ്? മൈക്രോഗ്രാവിറ്റി പ്രമേഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഗവേഷണം നടത്തിയത്. മൈക്രോഗ്രാവിറ്റി പ്രമേഹത്തെ എങ്ങനെ ബാധിക്കുന്നു? ഒന്നുകൂടെ. മൈക്രോഗ്രാവിറ്റി പ്രമേഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന പഠനം നടത്തി. ആ ഗവേഷണ പഠനം അറിയപ്പെടുന്നത് സ്യൂഡ്രൈഡ് എന്നാണ്. സ്യൂഡ്രൈഡ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അതും ഒരു മലയാളിയാണ്. നല്ല ചോദ്യമാണ്. ഡോക്ടർ ഷംസീർ വയലിലാണ്. ഒത്തിരി കൃഷികാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പുള്ളി വയലിലായിരുന്നു ഓർത്താലും മതി കേട്ടോ ഇദ്ദേഹം. അപ്പോൾ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 4 പേരെ കൊടുത്ത് പുള്ളി പോയില്ല കേട്ടോ. അപ്പോൾ ഗവേഷണ എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടല്ലോ, ഗവേഷണം നടത്തി ഇവിടെ ഇരുന്ന് തന്നെ. ഓക്കെ, അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ഷംസീർ വയലിലാണ്. ഉറപ്പായിട്ടും ഓർത്തിരിക്കാൻ, കാരണം ഇദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ട് അതിന് ഒരുപാട് സാധ്യതയുണ്ട് ഇതിന് ചോദിക്കാനായിട്ട്. അപ്പൊ ഡോക്ടർ ഷംസീർ വയൽ എന്തിനാ നേതൃത്വം നൽകിയ? സ്യൂഡ്രൈഡ് ഗവേഷണ പദ്ധതി. എന്താ സ്യൂഡ്രൈഡ് എന്ന് പറയുന്നത്? മൈക്രോഗ്രാവിറ്റി പ്രമേഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചായിരുന്നു പഠനം. സ്യൂഡ് ഗ്ലാൻഡ് ഏതാ? മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്ന അത് പാൻക്രിയാസ് ആണല്ലേ. സ്യൂഡ് ഗ്ലാൻഡ്, മധുരഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടുന്ന, സ്യൂഡ് ബ്രെഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാന്ന് ചോദിച്ചാൽ അത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. ഓക്കെ, യെസ്. ഒന്നുകൂടെ പറയുന്നു ഞാൻ. സ്യൂഡ്രൈഡ് എന്ന പേരിൽ ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ഷംസീർ വയലിലാണ്. എന്താണ് സ്യൂഡ്രൈഡ്? മൈക്രോഗ്രാവിറ്റി പ്രമേഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതെല്ലാ പഠനവും കഴിഞ്ഞ് തിരികെ എത്തിയില്ലട. 2025 ജൂൺ 25 പോയ ആക്സിയം 4 2025 ജൂലൈ 15 2025 ജൂലൈ 15 പസഫിക് സമുദ്രത്തിൽ തിരികെ എത്തുന്നു. പസഫിക് ഓഷ്യനിൽ തിരികെ എത്തുന്നു. 2025 ജൂലൈ 15 2025 ജൂലൈ 15 പസഫിക് ഓഷ്യനിൽ തിരികെ എത്തുന്നു. പസഫിക് ഓഷ്യന്റെ ആകൃതി എന്താ? പസഫിക് ഓഷ്യന്റെ ആകൃതി ട്രയാങ്കിൾ ആണ്, ത്രികോണാകൃതിയാണ് അല്ലെ. അറ്റ്ലാന്റിക് ആണെങ്കിലോ എസ് ആകൃതിയാണ്. അറ്റ്ലാന്റിക് എസ് ആകൃതിയാണ്. ആർട്ടിക് ഓഷ്യന്റെ ആകൃതി എന്താ? ഡി ആകൃതിയാണ്. ആർട്ടിക് ഓഷ്യന്റെ ആകൃതി ഡി ആകൃതിയാണ്. പിന്നെ എം ആകൃതിയിലാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയപ്പെടുന്നെങ്കിൽ ഔദ്യോഗികമായിട്ട് അങ്ങനെയൊന്നും പറഞ്ഞ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലും കണ്ടിട്ടില്ല കേട്ടോ. യെസ്, ഓക്കെ. ആകൃതി ഇല്ലാതെ അന്റാർട്ടിക് ഓഷ്യനും. ഓക്കെ, യെസ്. അപ്പോൾ 2025 ജൂലൈ 15 ശാസ്ത്രലോകത്തിന്റെ നെറുകയിൽ ഒരു പൊൻതൂവൽ ചാർത്തി ആര് തിരികെ എത്തി? ആക്സിയം 4. ഒപ്പം നമ്മുടെ സ്വന്തം ശുഭാംശു ശുക്ലയും തിരികെ എത്തി 2025 ജൂലൈ 15. ഓക്കെ, ശുഭാംശു ശുക്ല ലക്നൗ സ്വദേശിയാണ്. 634ാമത്തെ ബഹിരാകാശ സഞ്ചാരി. കൊണ്ടുപോയ കളിപ്പാട്ടം ജോയാണ്. ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. 18 ദിവസം അദ്ദേഹം അവിടെ ചിലവഴിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഒറ്റയ്ക്കല്ല, അല്ലെ, ക്രെഡിറ്റ് ഒന്നും തന്നെ കൊണ്ടുപോയില്ല, നമ്മളെല്ലാവരെയും പങ്കെടുപ്പിച്ചു, നമ്മൾ ഒരുമിച്ചാണ് ബഹിരാകാശ യാത്ര പിന്നിട്ടത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിൽ വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും കൊടുത്തുവിട്ട നെൽവിത്തിനം, ഉമാജ്യോതി, കുറ്റിപ്പയർ വിത്തിനം, കനകമണി, എള്ള്, തിലകധാര, വഴുതന, സൂര്യ, തക്കാളി, വെള്ളായണി വിജയ്. മൈക്രോഗ്രാവിറ്റി പ്രമേഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് പഠനം നടത്തിയത്, അതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ഷംസീർ വയലിലാണ്. ആ ഗവേഷണ പ്രോഗ്രാം അല്ലെങ്കിൽ പരിപാടി അറിയപ്പെടുന്നത് സ്യൂഡ്രൈഡ് എന്നാണ്. ഗവേഷണങ്ങൾക്കൊടുവിൽ 2025 ജൂലൈ 15 പസഫിക് ഓഷ്യനിൽ ആക്സിയം 4 തിരികെ എത്തി. എന്നാ പോയത്? 2025 ജൂൺ 25 എവിടെന്നാ പോയത്? കെന്നഡി സ്പേസ് സ്റ്റേഷൻ, ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പോയത് തിരികെ പസഫിക് ഓഷ്യനിൽ എത്തുന്നു. ആരായത് നേതൃത്വം നൽകിയത്? ആക്സിയം സ്പേസ് ആണ് നേതൃത്വം നൽകിയത്. ഫാൽക്കൺ സ്പേസ് എക്സ് ഫാൽക്കൺ 9 ആയിരുന്നു റോക്കറ്റ് എങ്കിൽ ആ പേടകം ഏതായിരുന്നു? ക്രൂ ഡ്രാഗൺ ഗ്രേസ്
ഗ്രേസ് അഥവാ കൂടെ പറഞ്ഞു വാ, കൂടെ പിടിച്ചോ മക്കളെ, കൂടെ കേറി വാ മക്കളെ. അപ്പൊ ക്രൂ ഡ്രാഗൺ ഗ്രേസ് ആണ്. ക്രൂ ഡ്രാഗൺ ഗ്രേസ് ആണ് ആ പേടകത്തിന്റെ പേര്. ആരൊക്കെയാ പോയത്? 4 പേര്. ആരൊക്കെയാ? കമാൻഡറായ പെഗ്ഗി വിറ്റ്സൺ, പൈലറ്റായി ശുഭാംശു ശുക്ല, ദെൻ മിഷൻ സ്പെഷ്യലിസ്റ്റുകളായി സ്ലാവോ സുസ്നിൻസ്കി വിസ്നിസ്കി, പോളണ്ടുകാരൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസി പ്രതിദാനം ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ ടിബൂർ കാബു ആണ്. ടിബൂർ കാബു ഹംഗറിയുടെ ആളാണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ മക്കളെ. വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ട് മാക്സിമം 4 ചോദിക്കുവിടാ. വീണ്ടും കേട്ടൊന്ന് മനസ്സിനകത്ത് ഒന്ന് സെറ്റ് ആക്കിക്കോ. അപ്പൊ എന്താണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം നിങ്ങൾ ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു.